സമയം ഘടികാരത്തെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ കാലചക്രം എന്ന് വിളിക്കാറുണ്ട്. കാലചക്രം നിരന്തരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സമയത്തിൻ്റെ ഈ ചക്രത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ നന്മയുടെയും തിന്മയുടെയും സമയങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കുന്നു. ഏത് വ്യക്തിയാണോ തൻ്റെ ജീവിതത്തിലെ മോശം സമയങ്ങളെ വിജയിയായി കീഴടക്കുന്നത്, അപ്പോഴാണ് അയാൾ ജീവിതത്തിൽ സഫലത നേടുന്നത്. വരൂ, ഇന്ന് നമുക്ക് ഈ സമയചക്രത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ കാലചക്രത്തിൻ്റെ കഥ അനേകം രഹസ്യങ്ങൾ നിറഞ്ഞതാണ്. ഇന്നത്തെ മനുഷ്യർ അതിനെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് വർത്തമാന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ പല രംഗങ്ങളും അവനെ ആശയക്കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുന്നു. ജീവിതത്തിൻ്റെ മോശം സമയങ്ങളിൽ അവർ സങ്കടത്തോടെ ഇങ്ങനെ ചിന്തിക്കുന്നു: എന്തുകൊണ്ടാണ് തനിക്കു മാത്രം ഇത് സംഭവിക്കുന്നത് എന്ന്. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയാതെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു: എന്തുകൊണ്ടാണ് ദൈവം എന്നോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യൻ്റെ മനസ്സിനെ കുഴക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സമയത്തിൻ്റെ കയ്യിലാണുള്ളത്. നമുക്ക് സമയത്തിൻ്റെ ചലനഗതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സമയത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: സമയം വളരെ ബലവാനാണ്. സമയത്തിൻ്റെ മുന്നിൽ ആരുടെയും സമ്മർദ്ദം ജയിക്കുകയില്ല. സമയത്തിൻ്റെ വിളിയെ കേൾക്കാത്തവർക്ക് ഭാവിയിൽ പശ്ചാത്താപമല്ലാതെ മറ്റൊന്നും നേടാനുണ്ടാവുകയില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം അഥവാ വെല്ലുവിളി ഉയർന്നു വരുമ്പോൾ അത് അവനിൽ നിന്ന് ഒരു പ്രതികരണത്തെ ആവശ്യപ്പെടുന്നു. അയാളുടെ പ്രതികരണം സകാരാത്മകമാകാം, അഥവാ പോസിറ്റീവായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കാം. അത് അവൻ്റെ സ്വഭാവ സംസ്കാരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ കാലത്തിൻ്റെ സൂചനകൾ മനസ്സിലാക്കി നാം ഉചിതമായി പ്രതികരിക്കുകയാണെങ്കിൽ കാലം നമ്മെ ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്ത് ശക്തരായി മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു. എന്നാൽ സമയത്തിൻ്റെ ആവശ്യത്തിന് വിരുദ്ധമായ പ്രതികരണമാണ് മനുഷ്യൻ നൽകുന്നതെങ്കിൽ സമയം വളരെ കഠിനമായി തന്നെ മനുഷ്യജീവിതത്തോട് പ്രതികരിക്കുന്നു. ഏറ്റവും ബുദ്ധിയും ശക്തിയും ഉള്ളവർ എന്നു കരുതുന്ന മനുഷ്യർ പോലും സമയത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇളകി കടപുഴകി മറിഞ്ഞു വീഴുന്നു. ഇത്തരം അനുഭവങ്ങൾ വളരെയധികം വേദനാജനകമായി അവർക്ക് മാറുന്നു. എപ്പോഴും വ്യക്തികൾ അഹങ്കാരത്താൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വിസമ്മതിക്കുന്നു. അപ്പോഴെല്ലാം സമയം മഹാകാലൻ്റെ രൂപമെടുക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ടുതന്നെ സ്വഭാവ സംസ്കാരങ്ങളിൽ ഉചിതമായ പരിവർത്തനം വരുത്തുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. സമയത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ സ്വയം വരുത്തുന്നില്ല എങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ സമയം നമ്മെ നിർബന്ധിക്കും. സമയം വളരെ ബലവാനാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. സമയത്തിനനുസരിച്ച് ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ നിരന്തരമായ പരിവർത്തനത്തിന് വിധേയമാണ് എന്നത് അംഗീകരിച്ച കാര്യമാണ്. കാലചക്രത്തിന് നമ്മുടെ ജീവിതചക്രവുമായി വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് കാലത്തിൻ്റെ സൂചന ഉൾക്കൊണ്ടുകൊണ്ട് പരിവർത്തനങ്ങൾ സ്വമേധയാ സ്വീകരിക്കാൻ സന്നദ്ധരാകേണ്ടത് പ്രധാനമാണ്. സമയചക്രം നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചലനപ്രക്രിയകൾ ആവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നു. രാത്രി പകലുകൾ പോലെ, മാറുന്ന ഋതുക്കൾ പോലെ, ജന്മവും പുനർജന്മവും പോലെ കാലചക്രവും ആവർത്തന വിധേയമാണ്. മനുഷ്യൻ സ്വന്തം ജീവിത ക്രമീകരണങ്ങൾക്കായി ഇങ്ങനെ പറയുന്നു: രാത്രി 12 മണിക്ക് ശേഷം പുതിയ ദിവസം ആരംഭിക്കുന്നു എന്ന്. എന്നാൽ ഇതിൽ യാതൊരു ഉറപ്പുമില്ല രാത്രി 12 മണിക്ക് തന്നെയാണ് പുതിയ ദിവസം തുടങ്ങുക എന്നത്. അതുപോലെ കാലചക്രത്തിനും ഒരു തുടക്കമോ ഒടുക്കമോ നിശ്ചയത്തോടെ പറയാൻ കഴിയുകയില്ല. എല്ലാ ചക്രങ്ങളെയും 4 സമാന ഭാഗങ്ങളായി തിരിക്കാൻ കഴിയുന്നു. ദിനരാത്രങ്ങളുടെ ചക്രത്തെ 4 തിരിച്ചിട്ടുണ്ട്: പ്രഭാതം, ഉച്ചസമയം, സായന്തനം, രാത്രി. രാത്രി കഴിഞ്ഞാൽ വീണ്ടും പ്രഭാതം ആരംഭിക്കുന്നു. ഋതുചക്രങ്ങൾക്ക് 4 അവസ്ഥകളാണുള്ളത്: വേനൽക്കാലം, മഴക്കാലം, ശീതകാലം, വസന്തകാലം. ഇതുതന്നെ പ്രകൃതിയിൽ വീണ്ടും ആവർത്തിക്കുന്നു. മനുഷ്യ ജീവിതചക്രത്തിനും 4 ഘട്ടങ്ങളാണുള്ളത്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതുപോലെ തന്നെ
ചാക്രികമായി ചലിക്കുന്ന സമയത്തിനും 4 ഘട്ടങ്ങളാണുള്ളത്. കാലചക്രത്തിൻ്റെ ഒരു കറക്കത്തിന് 5000 വർഷമെടുക്കുന്നു. അതിനെ 1250 വർഷങ്ങളുള്ള 4 മഹായുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ. കലിയുഗം വീണ്ടും സത്യയുഗമായി പരിണമിക്കുന്നു. മനുഷ്യർ ഇങ്ങനെ വിചാരിക്കാറുണ്ട്: ഘോരമായ പാപമുള്ള കലിയുഗം എങ്ങനെയാണ് സത്യയുഗമായി പരിണമിക്കുക എന്ന്. എന്നാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണോ ദിനരാത്രങ്ങളുടെ ചക്രത്തിൽ ഘോരമായ അന്ധകാരമുള്ള അമാവാസിയുടെ രാത്രിയും സുവർണ പ്രഭാതമായി മാറുന്നത്, സമാനമായ രീതിയിൽ കാലത്തിൻ്റെ അവസ്ഥകളും വളരെ സാവധാനത്തിൽ ആവർത്തിക്കുന്നു. മാറ്റങ്ങൾ ലോകനിയമമാണ്. കാലചക്രത്തെ ഭാരതീയർ സ്വസ്തിക ചിഹ്നം കൊണ്ട് കാണിക്കാറുണ്ട്. സ്വസ്തിക ചിഹ്നത്തെ സൃഷ്ടിചക്രം എന്നും വിളിക്കാറുണ്ട്. എല്ലാ ശുഭകരമായ കാര്യത്തിൻ്റെയും തുടക്കത്തിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കാറുമുണ്ട്. സൂര്യൻ്റെ ചലനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സ്വസ്തികയിൽ ഓരോ നിമിഷവും ശുഭകരമാണ് എന്ന് കരുതപ്പെടുന്നു. സ്വസ്തിക എന്ന വാക്ക് സംസ്കൃത പദമായ സ്വസ്തിയിൽ നിന്നുണ്ടായതാണ്. സു എന്നാൽ മംഗളകരം എന്നും അസ്തി എന്നാൽ അത് എന്നുമാണ് അർത്ഥം. ഈ 2 വാക്കുകളുടെ സംയോജനത്തിൽ നിന്നാണ് സ്വസ്തിക എന്ന പദം ഉണ്ടായിരിക്കുന്നത്. സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നത് മംഗളകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഏതു കാര്യവും ആരംഭിക്കുന്ന നിമിഷം മംഗളകരമാണോ എന്ന് സംശയം വരാതിരിക്കുന്നതിന് വേണ്ടി സ്വസ്തിക ചിഹ്നം വരച്ച് കലശം വെച്ച് അതിനു മുകളിൽ നാളികേരം വെച്ച് മന്ത്രം ജപിച്ച് ആരംഭിക്കുന്നു. കലശം അറിവ് നിറഞ്ഞ ബുദ്ധിയെ കാണിക്കുന്നു. ഏതു കാര്യം ആരംഭിക്കുമ്പോഴും നല്ല മാനസികാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അറിവ് നിറഞ്ഞ ബുദ്ധിയോടെ ആരംഭിക്കുക എന്നതാണ് ഇതിൻ്റെ ഭാവാർത്ഥം. കാലചക്രത്തിൻ്റെ ഓരോ നിമിഷവും എപ്പോഴും ശുഭകരമാണ്. ഇത് പറയുമ്പോൾ പലർക്കും അംഗീകരിക്കാൻ സാധിക്കാറില്ല. ഭയാനകവും വേദനാജനകവുമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ശുഭകരം എന്ന് പറയുക? ഇതാണ് അവർ ചിന്തിക്കുന്നത്. വർത്തമാനകാലത്തെ മാത്രം കണ്ടുകൊണ്ട് കാലചക്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഒരു സംഭവത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നതിന് ഭാവി, ഭൂതം, വർത്തമാനം എന്നീ 3 കാലങ്ങളുടെയും അറിവ് ആവശ്യമാണ്. ആത്മീയതയുടെ പ്രായോഗിക രൂപമായി ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് ഇത്തരം സകാരാത്മക ചിന്താഗതികളാണ്. ഏത് മോശ സാഹചര്യം വന്നു ചേർന്നാലും അതിനോട് സകാരാത്മകം അഥവാ പോസിറ്റീവായ മനോഭാവം സ്വീകരിക്കുന്നത് ആ സാഹചര്യത്തെ വിജയിയായി തരണം ചെയ്യാൻ സഹായിക്കും. ശ്രീമദ് ഭഗവത്ഗീത ഇത് നമ്മെ ഉപദേശിക്കുന്നു. എന്ത് സംഭവിച്ചാലും അത് നല്ലതിന്. ഇത് മനസ്സിലാക്കി കർമ്മം ചെയ്യുക. സ്വസ്തിക അഥവാ കാലചക്രത്തെക്കുറിച്ചുള്ള അറിവ് ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും പോസിറ്റീവായി നിർഭയതയോടുകൂടി അതിജീവിക്കുന്നതിനുള്ള കരുത്ത് നൽകുന്നു. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നല്ലത്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനു വേണ്ടിയാണ്. ഈ ഗീതാജ്ഞാനത്തിൻ്റെ സകാരാത്മക മനോഭാവം ഒരു സംഭവത്തെ അതിൻ്റെ ശരിയായ രീതിയിൽ സ്വീകരിക്കുവാൻ സഹായിക്കുന്നു. ഈ രഹസ്യം മനസ്സിലാക്കുമ്പോൾ പിന്നെ ജീവിതത്തിൽ സങ്കടമോ സമ്മർദ്ദമോ ദേഷ്യമോ ഉണ്ടാവുകയില്ല. ഈ കാലചക്രം ജ്ഞാനസാഗരനായ പരമാത്മാവിൻ്റെ സർവോത്തമമായ രചനയാണ്. അത് പരിപൂർണവും ശുഭവും ശ്രേഷ്ഠവുമാണ്. അതിൽ ഒരു കുറവും ഉണ്ടാവുക സാധ്യമല്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കാലചക്രത്തിൻ്റെ പരിണാമ പ്രക്രിയകളിൽ ഏതെങ്കിലും ന്യൂനതകൾ തോന്നുന്നതിന് കാരണം നമ്മുടെ ബുദ്ധിയിലുള്ള ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുടെ കുറവാണ്. കാലചക്രത്തെ കാണിക്കുന്ന സ്വസ്തികയുടെ ചിഹ്നത്തിന് 4 തുല്യ ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ തുടക്കം എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് ആർക്കും അറിയുകയില്ല. പക്ഷേ ദിനരാത്രി ചക്രങ്ങളുടെ തുടക്കം എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് അറിയാതെ തന്നെ തുടക്കം പ്രഭാതമാണ് എന്ന് കരുതുന്നത് പോലെ വിശ്വഘടികാരത്തിൻ്റെ 4 ഭാഗങ്ങളിലെ ആദ്യ ഭാഗമായി സത്യയുഗത്തെ കണക്കാക്കുന്നു. സത്യയുഗത്തിൽ സ്വസ്തികയുടെ കരം വലതുവശത്തേക്ക് തിരിഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. ആ കാലത്തെ ശുഭകരമായി കണക്കാക്കുന്നു. ഏതൊരു ശുഭകാര്യവും വലതുകരം കൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന് പറയാറുണ്ട്. വലതുകരം അനുഗ്രഹം നൽകുന്നതാണ്. സത്യയുഗം
അനുഗ്രഹീതമായ കാലമായിരുന്നു. സത്യയുഗത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ആത്മാക്കളും ദൈവത്തിൽ നിന്ന് സർവപ്രാപ്തികളും നേടിയ ദേവീ ദേവതകളായിരുന്നു. അവർ 16 കലാ സമ്പൂർണതയിലായിരുന്നു. അഹിംസ പരമോധർമ്മമാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രകൃതിയും സതോപ്രധാന അവസ്ഥയിൽ നിലനിന്നിരുന്നു. സത്യയുഗത്തിന് മുൻപ് കലിയുഗമുണ്ടായിരുന്നു. കലിയുഗത്തിലെ പതീതരായ മനുഷ്യരെ പരമാത്മാവ് പൂജനീയരായി മാറ്റിയെന്നും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സത്യയുഗത്തെ സ്വർഗമെന്ന് വിളിക്കാറുണ്ട്. ആ കാലത്ത് സത്യം പ്രബലമായിരുന്നു. അസത്യത്തിൻ്റെ ലക്ഷണം പോലും ഇല്ലായിരുന്നു. ഏക അഭിപ്രായവും ഒരു ഭാഷയും ഒരു ധർമ്മവും ഒരു ദൈവീക രാജ്യവുമാണ് ഉണ്ടായിരുന്നത്. ദേവീദേവതകളെ സൂര്യവംശികൾ എന്ന് വിളിക്കാറുണ്ട്. സൂര്യൻ സദാ സമ്പൂർണനായിരിക്കുന്നത് സൂര്യൻ്റെ കല ഒരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യാത്തതിനാലാണ്. അതുപോലെ സത്യയുഗത്തിലെ മനുഷ്യരും പക്ഷിമൃഗാദികളും പ്രകൃതിയും തൻ്റെ സമ്പൂർണ്ണ പവിത്രമായ ശുദ്ധമായ രൂപത്തിലാണ് ജീവിച്ചിരുന്നത്. സൂര്യവംശി ശ്രീലക്ഷ്മിയും ശ്രീനാരായണനുമായിരുന്നു ആദ്യ സനാതന ദേവീദേവതാധർമ്മത്തിലെ മഹാരാജാവും മഹാറാണിയും. 1250 വർഷം ശ്രീനാരായണൻ്റെ 8 പരമ്പരകളാണ് ഈ യുഗം ഭരിക്കുന്നത്. ഈ കാലഘട്ടത്തെ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിച്ച് ഓർമ്മിക്കാറുണ്ട്. ജൂത ക്രിസ്ത്യാനികൾ ആദമിൻ്റെ പൂന്തോട്ടം എന്നും മുസൽമാന്മാർ അല്ലാഹുവിൻ്റെ പൂന്തോട്ടം എന്നും വിശേഷിപ്പിക്കുന്ന ഈ കാലത്തെ സ്വർഗമെന്നും വൈകുണ്ഠമെന്നും വിളിക്കാറുണ്ട്. ഇത് ചരിത്രാതീത കാലമാണ്. എല്ലാ ആത്മാക്കളും സ്വന്തം ജീവിതം അവരുടെ നൈസർഗികമായ ഗുണങ്ങളുടെ ആധാരത്തിൽ ജീവിച്ചിരുന്നു. ഭരണകർത്താക്കൾ ഏറ്റവും ഉന്നതമായ ഗുണങ്ങളും സ്വാഭാവികമായ ജ്ഞാനവും ഉള്ളവരായിരുന്നു. ആവശ്യത്തിലധികം വിഭവങ്ങളുള്ള ആ സമൂഹത്തിൽ വില, ലാഭം, നഷ്ടം, ദാരിദ്ര്യം, കഷ്ടപ്പാട്, അകാലമരണം എന്നീ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആത്മബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യർ സ്വയം ശരീരമല്ല ആത്മാക്കളാണ് എന്ന് ജന്മവാസന കൊണ്ട് സ്വയം ഗ്രഹിക്കുന്നു. ആത്മാക്കൾ ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്ന സ്വരാജ്യ അധികാര ജീവിതമാണ് അവിടുത്തേത്. പരിതസ്ഥിതി നശിപ്പിക്കുകയോ അപവിത്രമാക്കുകയോ ചെയ്യാതെ ശാസ്ത്രം ഈ ഗ്രഹത്തെ നിയന്ത്രിക്കുന്ന ശക്തികളെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തിയിരുന്നു. കല, നൃത്തം, സംഗീതം എല്ലാം അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. ഭൂമിക്കും സമുദ്രത്തിനും ആകാശത്തിനും പരിധികൾ കൽപ്പിച്ചിരുന്നില്ല. ഓരോ മനുഷ്യരും തികഞ്ഞ ആരോഗ്യമുള്ളവരായിരുന്നു. നിയമത്തിൻ്റെയോ കോടതിയുടെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ഭരണകർത്താക്കൾ പ്രജകളോട് മാതാപിതാക്കളെ പോലെ പെരുമാറിയിരുന്നു. നൈസർഗികമായ ജ്ഞാനമുള്ളതുകൊണ്ട് അവിടെ മന്ത്രിമാരും ഉപദേശകരും ഉണ്ടായിരുന്നില്ല. കാലചക്രം 4 ഭാഗം കറങ്ങുമ്പോൾ സത്യയുഗം കഴിഞ്ഞ് 2ാം ഭാഗം ത്രേതായുഗം ആരംഭിക്കുന്നു. അവിടെ സ്വസ്തികയുടെ വലത് കൈ താഴേക്ക് വളയുന്നു. 16 കലാ സമ്പൂർണരായ സതോപ്രധാനമായിരുന്ന സ്വർഗം 2 കലകൾ കുറഞ്ഞ് 14 കലകളുള്ള സതോ അവസ്ഥയിലേക്ക് മാറുന്നു. സൂര്യവംശം മാറി ചന്ദ്രവംശമാകുന്നു. ദേവീദേവതമാരുടെ പവിത്രതയുടെ പ്രഭാവലയത്തിൽ വളരെ വ്യത്യാസം വരുന്നില്ല. എപ്രകാരമാണോ പൗർണമിക്ക് 2 ദിവസത്തിന് ശേഷം പ്രകാശത്തിൽ വളരെ കുറവൊന്നും വരാത്ത ചന്ദ്രനെ പൂർണ്ണനാണ് എന്ന് കണക്കാക്കാൻ സാധിക്കാത്തത്, അതുപോലെ ദേവീദേവതമാരുടെ പ്രഭയുടെ തീവ്രതയിൽ കുറച്ചു വ്യത്യാസം വരുന്നു. പവിത്രത, സന്തോഷം, സമാധാനം, സമൃദ്ധി ഇവ ഈ കാലഘട്ടത്തിലും അനുഭവിക്കുന്നു. പള്ളികളും ക്ഷേത്രങ്ങളും മതഗ്രന്ഥങ്ങളും ഇവിടെയില്ല. ഉള്ളിൽ യാതൊരു സംഘർഷവും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറമേയും സംഘർഷം ഇല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തെയും സ്വർഗം എന്നാണ് കണക്കാക്കുന്നത്. ത്രേതായുഗത്തിൽ രാജാവ് ശ്രീരാമനും റാണി ശ്രീ സീതാദേവിയുമാകുന്നു. ഈ ചോദ്യം തീർച്ചയായും പലതവണ ആളുകളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ദേവതമാർ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് അവർക്ക് ത്രേതായുഗത്തിൽ കല കുറഞ്ഞത് എന്ന്. ഇവിടെ കർമ്മം കൊണ്ട് സംഭവിക്കുന്ന കുറവല്ല, മറിച്ച് കാലചക്രത്തിൽ നിരന്തരമായി നടക്കുന്ന പരിവർത്തന പ്രക്രിയയാണ് ഈ മാറ്റം. പരിവർത്തനം പ്രകൃതിയുടെ നിയമമാണ്. ശാസ്ത്രവും ഇത് സമർത്ഥിക്കുന്നു. താപചലനത്തെക്കുറിച്ചുള്ള 2ാമത്തെ തത്വമായ എൻട്രോപ്പി തത്വത്തെക്കുറിച്ച് ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ആരംഭത്തിൽ സംഘടിതമായിരിക്കും,
പിന്നീട് അത് സംഘടിതമായ വ്യവസ്ഥയിൽ നിന്ന് അസംഘടിതമായി മാറുന്നു. കാലചക്രത്തിൻ്റെയും ആരംഭം മുതൽ എൻട്രോപ്പി തത്വം പ്രായോഗികമായി കാണപ്പെടുന്നു. കാലചക്രത്തിൻ്റെ ഒരു കറക്കം അവസാനിക്കുമ്പോഴേക്കും ലോകം ഏറ്റവും അസംഘടിതവും കലുഷിതവുമായി മാറുന്നു. ഉദാഹരണത്തിന്, പൂർണ്ണചന്ദ്രൻ ഒരു നിമിഷം തൻ്റെ പൂർണ്ണ രൂപത്തിൽ നിലനിന്നതിന് ശേഷം അടുത്ത നിമിഷം മുതൽ അത് അമാവാസിയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. അതായത് ഒരു കാര്യത്തിനും സ്ഥിരമായ ഒരു അവസ്ഥയിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ പൂർണ്ണതയിൽ കുറവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ദേവീദേവതമാർക്കും അവരുടെ 16 കല എന്ന സമ്പൂർണ്ണ അവസ്ഥയിൽ എല്ലായ്പ്പോഴും തുടരാൻ സാധിക്കുകയില്ല. പതുക്കെ പതുക്കെ സൃഷ്ടിരൂപീ നാടകത്തിൽ വിവിധ വേഷങ്ങൾ അഭിനയിച്ച് ആത്മാവിൻ്റെ ശക്തി ക്ഷയിക്കുന്നതും അവരുടെ കലകളിൽ പതനം വരുന്നതും സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണ്. സമയചക്രത്തിൻ്റെ പകുതിയാകുമ്പോൾ മൂന്നാമത്തെ യുഗം തുടങ്ങുന്നു. സ്വസ്തികയുടെ കൈ വലതുഭാഗത്തു നിന്നും ഇടതുവശത്തേക്ക് തിരിയുന്നു. അവിടെ സത്യതയും ഐക്യതയും അവസാനിക്കാൻ തുടങ്ങുന്നു. അതിനെ ദ്വാപരയുഗമെന്ന് വിളിക്കുന്നു. ദ്വാപരം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് 2 പുരങ്ങൾ അഥവാ 2 നഗരങ്ങൾ ആരംഭിക്കുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് ധർമ്മസത്തയും അധികാരസത്തയും രണ്ടായി വേർപിരിയുന്നത്. സത്യത്തിനൊപ്പം അസത്യവും ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നത്. ബ്രഹ്മാവിൻ്റെ പകൽ അവസാനിക്കുന്നു, ബ്രഹ്മാവിൻ്റെ രാത്രികാലം ആരംഭിക്കുന്നു എന്ന് ഈ കാലത്തെക്കുറിച്ച് വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ബോധമനസ്സ് ഉയർന്നതും താഴ്ന്നതുമായ അവസ്ഥയിലേക്ക് മാറുന്നു. സ്വർഗം മുകളിലാണ്, നരകം താഴെയാണ് എന്ന ആശയങ്ങൾ രൂപം കൊള്ളുന്നു. തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു കുറവ് അല്പാൽപമായി കർമ്മങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. ആത്മാവിൻ്റെ ശക്തി ക്ഷയിക്കുന്നതുകൊണ്ട് സ്വന്തം നഷ്ടം ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. പ്രലോഭനങ്ങൾക്ക് അടിമയായി സ്വയം നിയന്ത്രിക്കാനും പ്രകൃതിയുമായി സന്തുലനം പാലിക്കാനുമുള്ള കഴിവ് ആത്മാക്കൾക്ക് നഷ്ടപ്പെടുന്നു. ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടമാണിത്. മിന്നൽ, ഭൂകമ്പം, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ ഉണ്ടാവുകയും ആത്മാക്കളുടെ ഉള്ളിൽ വ്യാകുലത വർദ്ധിക്കുകയും ചെയ്യുന്നു. ആത്മാവിന് നഷ്ടമായ ഗുണങ്ങൾ തനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും നേടിയെടുക്കാമെന്ന തോന്നൽ ഉണ്ടാകുന്നു. സ്വയം തന്നിലും പരിതസ്ഥിതികളിലും നിശ്ചയം നഷ്ടമാകുന്നത് കാരണം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. പ്രകൃതി തത്വങ്ങളുടെ ദയയിലേക്ക് ജീവിതം മാറുന്നു. സ്വർഗത്തിലെ വേർപെടൽ ലോകപുരാണങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു പ്രതിപാദ്യ വിഷയമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മനുഷ്യകുലം പുറമേക്ക് വ്യാപിക്കാൻ തുടങ്ങുന്നു. ആത്മാവിൻ്റെയും പ്രകൃതിയുടെയും ഈ സംക്ഷോഭത്തിനിടയിൽ നരകം പിറക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളിൽ സത്യത്രേതായുഗത്തിൽ ഉണ്ടായിരുന്ന കൊട്ടാരങ്ങൾ വളരെയധികം താഴ്ചയിലേക്ക് മൂടപ്പെടുന്നു. പ്രതികൂല അവസ്ഥയിൽ വേഗത്തിൽ അധപ്പതിച്ച ആദിവംശം അപരിഷ്കൃത സമൂഹങ്ങൾ അല്ലെങ്കിൽ ഗിരിവർഗ സമൂഹങ്ങളായി മാറുകയും ചെയ്തു. സംഭവിച്ച പതനത്തെ തിരുത്തുവാനും നഷ്ടസ്വർഗത്തിലേക്ക് തിരിച്ചു പോകുവാനുമുള്ള പ്രയത്നത്തിന്റെ ഫലമായി പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നു. ദ്വാപരയുഗത്തിൽ ദേവീദേവതമാർ വാമമാർഗത്തിലേക്ക് പോയി എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് തങ്ങളുടെ ദൈവികമായ പാതയുടെ വിപരീതമായ വിഷയവികാരങ്ങളുടെ പാതയിലേക്ക് അവർ തിരിയുന്നു. സങ്കടം വരുമ്പോൾ എല്ലാവരും ഓർക്കുന്നു, സന്തോഷത്തിൽ ആരും ഓർക്കുന്നില്ല. സന്തോഷ സമയത്തിലും ഓർത്തിരുന്നെങ്കിൽ പിന്നെ സങ്കടത്തിലേക്ക് വരേണ്ട കാര്യമില്ല. ദ്വാപരയുഗത്തെക്കുറിച്ചാണ് ഈ ചൊല്ല് ഉണ്ടായിരിക്കുന്നത്. ലോകത്ത് ദുഃഖം വന്നിരിക്കുന്നത് സുഖത്തിൻ്റെ സമയങ്ങളിൽ അഥവാ സത്യത്രേതായുഗങ്ങളിൽ പരമാത്മാവിനെ ഓർക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ദ്വാപരയുഗത്തിൽ മനുഷ്യൻ പരമാത്മാവിനെ ഓർമ്മിക്കാൻ ആരംഭിക്കുന്നു. ആ സമയത്ത് പരമാത്മാവിൻ്റെ യഥാർത്ഥമായ പരിചയം ആർക്കും തന്നെ ഉണ്ടാകുന്നില്ല. രൂപമില്ലാത്ത ഈശ്വരനെക്കുറിച്ചുള്ള സ്മരണ കാരണം ലിംഗരൂപത്തിലുള്ള ശിവന്റെ ആരാധന ആരംഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ സത്യത്രേതായുഗങ്ങളിൽ ജീവിച്ചിരുന്ന ദേവീദേവതമാരുടെ ഓർമ്മകളും ഉണ്ടാകുന്നതിനാൽ അവരുടെയും ക്ഷേത്രങ്ങൾ പണിത് ആരാധന തുടങ്ങുന്നു. വർത്തമാന സമയത്തിലും ലോകത്ത് നിരവധി വിശുദ്ധരുടെ ആരാധനാ മന്ദിരങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആരെങ്കിലും അവരുടെ അനുയായികളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, വിശുദ്ധരും നമ്മെപ്പോലെ മനുഷ്യരായിരുന്നു, പിന്നെ എന്തിനാണ് അവരുടെ ക്ഷേത്രം പണിത് ആരാധിക്കുന്നത്? അപ്പോൾ അവർ ഇങ്ങനെ പറയും, അവർ നമ്മേക്കാൾ പവിത്രരും വളരെ ശ്രേഷ്ഠരുമായിരുന്നു, അതുകൊണ്ടാണ് പൂജ ചെയ്യുന്നത് എന്ന്. അതുപോലെ 16 കലാ സമ്പൂർണരായി ജീവിച്ചിരുന്ന ദേവീദേവതമാരെ മനുഷ്യർ ശ്രേഷ്ഠരായി കണക്കാക്കിയതു കാരണം അവരുടെ ക്ഷേത്രങ്ങൾ പണിത് പൂജയും ആരാധനകളും ചെയ്യുന്നു. അങ്ങനെയാണ് ഭാരതത്തിൽ
ഭക്തിയുടെ പാത ആരംഭിക്കുന്നത്. സന്യാസിമാർ ക്ഷേത്രങ്ങളിൽ ആരാധനാ രീതികളും ആചാരങ്ങളും ഉണ്ടാക്കി ഭക്തർ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോൾ ദൈവത്തിന്റെ അവതരണ സമയം ആയിട്ടില്ല. കാരണം ദ്വാപരയുഗത്തിൽ അനീതി അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചേർന്നിരുന്നില്ല. ദൈവം അശാന്തിയുടെ ആരംഭകാലത്ത് തന്നെ അവതരിച്ചിരുന്നു എങ്കിൽ മനുഷ്യർക്ക് അറിവ് നൽകി ദുഃഖം നശിപ്പിച്ച് ഒരു നല്ല ധർമ്മം സ്ഥാപിച്ചിട്ടുണ്ടാകുമായിരുന്നു. എന്നാൽ ദ്വാപരയുഗത്തിനു ശേഷം വീണ്ടും അധർമ്മം ഘോരമായി വർദ്ധിക്കുകയാണ്. അറിവ് പകർന്നു തരുന്നതിനായി പരമാത്മാവ് തീർച്ചയായും കഠിനമായ അന്ധകാരത്തിന്റെ യുഗം അഥവാ കലിയുഗത്തിലാണ് വരുന്നത്. അപ്പോൾ അവർ സത്യധർമ്മത്തിന് അഥവാ സനാതന ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്ത് സ്വന്തം വരവിന്റെ ലക്ഷ്യത്തെ തെളിയിക്കുകയും ചെയ്യുന്നു. ദ്വാപരയുഗത്തിൽ ഭക്തർ പരമാത്മാവിനെ വിളിക്കുമ്പോൾ ആ വിളി അവഗണിക്കുവാൻ ഭഗവാന് കഴിയുകയില്ല. അതുകൊണ്ട് പരമാത്മാവിന്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് അനേകം മഹാത്മാക്കളുടെ ജന്മം ആ സമയത്ത് ലോകത്തിൽ ഉണ്ടാകുന്നു. അതിലാദ്യം വരുന്നത് ഇബ്രാഹിം ആയിരുന്നു. അവർ ഇസ്ലാം ധർമ്മം സ്ഥാപിക്കുന്നു. നിയന്ത്രണാതീതമായ വിഗ്രഹാരാധനയും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ദൈവങ്ങളും പെരുകിയപ്പോൾ രണ്ടാമതായി ശ്രീബുദ്ധൻ അവതരിച്ച് ബുദ്ധമതം സ്ഥാപിക്കുന്നു. അടുത്തതായി ക്രിസ്ത്യൻ ധർമ്മം സ്ഥാപിക്കുന്നതിനായി യേശുക്രിസ്തു സൃഷ്ടിയാകുന്ന നാടകവേദിയിൽ അവതരിക്കുന്നു. നാം എല്ലാം സഹോദരീ സഹോദരന്മാർ എന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കണമെന്നും സ്വർഗസ്ഥനായ പിതാവിന്റെ കൽപ്പനകൾ പാലിക്കണമെന്നും ക്രിസ്തു ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. സ്വർഗരാജ്യം വീണ്ടും വരുമെന്നും ദൈവത്തിൽ അർപ്പിച്ചവർ മാത്രമാണ് അവിടെ ജനിക്കുക എന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ രണ്ടാം ജന്മം എടുക്കണമെന്നും ക്രിസ്തു സുവിശേഷം നൽകി. ക്രിസ്തുവിന് 500 വർഷത്തിനു ശേഷം ശങ്കരാചാര്യർ വന്നു. പരിത്യാഗം, ഏകാന്തത, തപസ് ഇവയിൽ അധിഷ്ഠിതമായ സന്യാസധർമ്മം സ്ഥാപിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ദേശങ്ങളിലും ഏതെങ്കിലും ഒരു മഹാപുരുഷൻ ജന്മം എടുത്തിട്ടുണ്ട്. അവരാരും തന്നെ സ്വയത്തെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും പറഞ്ഞത് ഇതാണ്: ദൈവം ഏകനാണ്, അവന്റെ സന്ദേശവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാം, സർവ്വമതങ്ങളുടെയും അടിസ്ഥാന തത്വം ഒന്നാണ്. ഒരു ധർമ്മവും യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല, ഒരു മതവും തിന്മ ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഈ മഹാത്മാക്കൾ ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ ഘടന കണക്കിലെടുത്തുകൊണ്ട് കാലത്തിന്റെ അന്നത്തെ സൂചനകൾ മനസ്സിലാക്കി സ്വന്തമായ രീതിയിൽ സമൂഹത്തിൽ അവർ പ്രവർത്തനം തുടങ്ങുകയാണ് ചെയ്തത്. ഓരോരുത്തരുടെയും പ്രചാരണ രീതികൾ വ്യത്യസ്തമായിരുന്നു. ആ വ്യത്യസ്തതയ്ക്ക് അനുസരിച്ചാണ് അവരുടെ മതത്തിന്റെയും ധർമ്മത്തിന്റെയും നിർമ്മാണമുണ്ടായത്. എന്നാൽ ദുഃഖകരമായ കാര്യം ഇതാണ്: അവർ പഠിപ്പിച്ച സമൂഹത്തിലെ വ്യക്തികൾ സന്ദേശങ്ങളെ അതിന്റെ ശരിയായ ആഴത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ല. ദ്വാപരയുഗത്തിലും കർമ്മക്ഷേത്രത്തിലേക്ക് ആത്മാക്കൾ ജനിക്കുന്നത് കൊണ്ട് ജനസംഖ്യ വർദ്ധിക്കുന്നു. മറ്റ് ആത്മാക്കളുമായി കർമ്മക്കണക്കുകൾ ഉണ്ടാക്കി ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് കടക്കുമ്പോൾ ചിലർ വേറെ മതങ്ങളിൽ ജനിക്കുന്നു, ചിലർ മതപരിവർത്തനം നടത്തുന്നു. ഈശ്വരനുമായി ഉള്ള ബന്ധത്തിന് പ്രയത്നിക്കുന്നുണ്ടെങ്കിലും അവരുടെ അന്വേഷണങ്ങളെല്ലാം ചിന്താക്കുഴപ്പത്തിലേക്കും വ്യർത്ഥത്തിലേക്കും അവസാനം വിഭ്രാന്തിയിലേക്കുമാണ് നയിക്കുന്നത്. കാലചക്രത്തിന്റെ മെല്ലെയുള്ള ഈ കറക്കത്തിൽ പലതരം കയറ്റിറക്കങ്ങളും അനുഭവങ്ങളും സാക്ഷിയായി കണ്ടതിനു ശേഷം മനുഷ്യരും പ്രകൃതിയും കാലത്തിന്റെ 4ാമത്തെ യുഗത്തിൽ എത്തിച്ചേരുന്നു. അതിനെ കലിയുഗമെന്ന് വിളിക്കുന്നു. കലഹക്ലേശങ്ങളുടെ യുഗമെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നു: കലിയുഗം വന്നു ചേർന്നപ്പോൾ പരീക്ഷിത് രാജാവിന്റെ ഭരണകാലമായിരുന്നു. കലിയുഗം വാതിലിൽ മുട്ടിയപ്പോൾ ആരാണ് വന്നിരിക്കുന്നത് എന്ന് രാജാവ് ചോദിക്കുന്നു. കലിയുഗം സ്വയത്തെ പരിചയപ്പെടുത്തുന്നു. തനിക്ക് രാജാവിന്റെ രാജ്യത്തിൽ കുറച്ച് സ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്നു. രാജാവ് അത് നിരസിക്കുമ്പോൾ തന്റെ സമയം എത്തിച്ചേർന്നിരിക്കുന്നു, തീർച്ചയായും ലോകത്തിൽ തനിക്ക് ഇടം തന്നേ മതിയാകൂ എന്ന് കലിയുഗം നിർബന്ധിച്ച് ആവശ്യപ്പെടുന്നു. കാലത്തിന്റെ വിളി മനസ്സിലാക്കുന്ന പരീക്ഷിത് രാജാവ് 4 സ്ഥലങ്ങൾ കലിക്കായി വിട്ടുകൊടുക്കുന്നു. മദ്യശാലകളിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും വേശ്യാലയങ്ങളിലും അറവുശാലകളിലും താങ്കൾ സ്ഥാനം നേടി അവിടെ മാത്രം പരിമിതമായി നിന്നുകൊണ്ട് സ്വന്തം കർമ്മങ്ങൾ നിർവഹിക്കുക എന്ന് രാജാവ് അനുവാദം കൊടുക്കുന്നു. അതിൽ തൃപ്തനാകാതെ കലിയുഗം വീണ്ടും രാജാവിനോട് ഇങ്ങനെ പറയുന്നു: തന്റെ കുടുംബം വളരെ വലുതാണ്, അതിനാൽ കൂടുതൽ സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്: അങ്ങനെയെങ്കിൽ 5ാം സ്ഥാനമായി താങ്കൾ സ്വർണത്തെ സ്വീകരിച്ചു കൊള്ളുക എന്ന്. കലിയുഗം സ്ഥാനങ്ങൾ സ്വീകരിക്കുന്നു. അന്ന് രാജാവ് തലയിൽ സ്വർണം നിർമ്മിതമായ ഒരു കിരീടം ധരിച്ചിരുന്നു. കലിയുഗമാകട്ടെ കിരീടത്തിലേക്ക് തന്നെ പ്രവേശിച്ച് രാജാവിന്റെ ബുദ്ധിയെ തല തിരിഞ്ഞ രീതിയിൽ കറക്കി തന്റെ വിനോദം ആരംഭിക്കുന്നു. സ്വർണത്തിൽ സ്ഥാനം ലഭിച്ച കലി ഇന്ന് എല്ലാ വീടുകളിലും അതിന്റെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പതുക്കെ പതുക്കെ ഓരോ വീട്ടിലും അത് തന്റെ സ്വഭാവത്തിന്റെ നിറം കാണിക്കുന്നു.
കലിയുഗത്തിൽ മേൽപ്പറഞ്ഞ 4 സ്ഥലങ്ങൾ കൂടാതെ എല്ലാ വീടുകളിലും തർക്കങ്ങളും പ്രശ്നങ്ങളും തുടങ്ങുന്നു. കലിയുഗത്തിൽ സ്വസ്തികയുടെ കരം ഇടതുവശത്തുകൂടെ മുകളിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അതിന്റെ ഭാവാർത്ഥം എല്ലാ രീതിയിലുള്ള അനീതികളും ഉയർത്തെഴുന്നേറ്റ് അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. സമ്പത്ത്, ശക്തി, ബുദ്ധി, ഭക്തി 4 രാവണന്റെ ഗുണങ്ങളാണ്. എങ്കിലും അവന്റെ ജീവിതത്തിൽ 2 ബലഹീനതകളുണ്ടായിരുന്നു. ഒന്നാമത് രാവണന്റെ അഹങ്കാരമായിരുന്നു. രണ്ടാമത്തേത് രാവണന് നീതിബോധം ഇല്ലാത്ത മോശമായ വികാരി സ്വഭാവമായിരുന്നു. ഈ 2 ദോഷങ്ങളും കാരണം രാവണന് മഹാനാശം സംഭവിച്ചു. ഇന്നത്തെ ലോകത്തിനും രാവണ ലോകവുമായി വളരെ സാമ്യമുണ്ട്. സമ്പത്ത്, ശക്തി, ബുദ്ധി, ഭക്തി ഈ കാര്യങ്ങളെ മനുഷ്യർ വലിയ നേട്ടങ്ങളായി കണക്കാക്കുന്നു. എങ്കിലും മനുഷ്യർ സ്വന്തം നാശത്തിലേക്കാണ് മുന്നിട്ടുകൊണ്ടിരിക്കുന്നത്. 2 പ്രധാന ബലഹീനതകൾ വ്യക്തമായി കാണപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ അഹങ്കാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. രണ്ടാമതായി ധാർമ്മികമായ അപജയം അഥവാ മൂല്യച്യുതികൾ മനുഷ്യ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള രാവണ ലോകത്തിൽ മനുഷ്യർ സ്വയം ബന്ധനത്തിലാണ് എന്ന് അനുഭവിക്കുന്നു. ചിലർക്ക് ദുശീലങ്ങളുടെ അടിമത്തമാണ്. ചിലർക്ക് ആസക്തികളുടെ, സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെയും വികാരങ്ങളുടെയും അടിമയായ മനുഷ്യരുടെ രൂപം തന്നെ വികലമായി മാറുന്നു. അവയ്ക്ക് കീഴ്പ്പെടുന്ന വ്യക്തി അക്രമ സ്വഭാവിയായി മാറുന്നു. വർത്തമാനകാലത്ത് മനുഷ്യർ സ്വന്തം യാഥാർത്ഥ്യത്തെയും പരമമായ ദൈവത്തിന്റെ യാഥാർത്ഥ്യത്തെയും മറന്നുപോയിരിക്കുന്നു. ധർമ്മത്തിന്റെ അതിഗ്ലാനി വർത്തമാന സമയത്ത് കാണാൻ കഴിയുന്നു. ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് പരമാത്മാവ് അവതരിക്കുന്നു. കാമത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അർജുനനോട് യോഗിയാകാൻ ആവശ്യപ്പെടുന്നുണ്ട്. കാലത്തിന്റെ സൂചനയ്ക്ക് അനുസൃതമായ അറിവുകൾ പകർന്നുകൊണ്ട് ഭഗവാൻ അർജുനെ വിജയിയാകാൻ പ്രേരിപ്പിക്കുന്നു. കലിയുഗ സമയത്ത് തീവ്രമായ അഴിമതികളും ദുരാചാരങ്ങളും പാപകർമ്മങ്ങളും സമൂഹത്തിൽ സംഭവിക്കുന്നു. ജീവിതത്തിന് ആധാരമായ മൂല്യങ്ങൾക്ക് പകരം ശാസ്ത്രത്തിന്റെ ചിന്തകൾ സ്ഥാനം പിടിക്കുന്നു. എല്ലാറ്റിനെയും ഭൗതിക മൂല്യങ്ങൾ ആയി താഴ്ത്തുന്ന ശാസ്ത്രം പലരുടെയും ഈശ്വരനായി മാറുന്നു. ജീവിക്കുന്നതിന് ഒരേയൊരു ലക്ഷ്യം ഭൗതികമായ ഉന്നതി മാത്രമാണ് എന്ന ചിന്ത വരുന്നു. പരിണിത ഫലങ്ങൾ ചിന്തിക്കാതെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക ഇതാണ് ജനങ്ങളുടെ മുദ്രാവാക്യം. തെറ്റായ പ്രവൃത്തികളുടെ പരിണിത ഫലമായ അനാരോഗ്യവും ശരീരം അനുഭവിക്കാൻ തുടങ്ങുന്നു. ബഹുമാനത്തിന്റെ സ്ഥാനത്ത് അഹന്ത, അന്ധവിശ്വാസം, വിപ്ലവങ്ങൾ ഇവ കയറിക്കൂടുന്നു. ലോകത്ത് ഭൗതിക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കപ്പെടുന്നു. മഹായുദ്ധമുണ്ടാകുന്നു. ആത്മാക്കൾ ശരീരത്തിൽ നിന്നും മോചിക്കപ്പെട്ട് ആത്മലോകത്തേക്ക് തിരിച്ചു പോകുന്നു. ലോകത്ത് എയ്ഡ്സ് പോലെയുള്ള ചികിത്സകളില്ലാത്ത മഹാരോഗങ്ങൾ ഉണ്ടാകുന്നു. ആത്മനിയന്ത്രണം പാലിച്ചില്ല എങ്കിൽ നിങ്ങൾ സമയത്തിന് ഇരയായി തീരും എന്ന സൂചന ഇത്തരം മാറാവ്യാധികൾ മനുഷ്യന് നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യനും മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയുകയില്ല. സമയത്തിന്റെ സൂചന മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിന്റെ വികലതകളെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഇന്നത്തെ ലോകത്തിന്റെ അനിവാര്യതയായി മാറുന്നു. മനോവൈകല്യങ്ങളുടെ പാരമ്യതയിൽ മനുഷ്യകുലത്തിന് സർവനാശം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിന്റെ വിവരണം ശാസ്ത്രങ്ങളിൽ നൽകിയിട്ടുണ്ട്. രാമായണത്തിൽ അതിബലവാനായ രാവണന് സീതയെ മോഷ്ടിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എങ്കിലും സ്വന്തം കൊട്ടാരത്തിൽ താമസിപ്പിക്കുവാൻ സാധിച്ചില്ല. അശോകവാടികയിൽ താമസിച്ച സീതാദേവിയെ സ്പർശിക്കാൻ പോലും രാവണന് സാധിക്കുന്നില്ല. സീതാദേവിയുടെ രക്ഷയ്ക്കായി ഒരേയൊരു ആയുധമാണ് ഉണ്ടായിരുന്നത്. രാവണന് മുന്നിൽ ഒരു വൈക്കോൽ എടുത്തു വെച്ചുകൊണ്ട് സീതാദേവി ഇങ്ങനെ രാവണനെ വെല്ലുവിളിക്കുന്നു: രാവണ, ഈ വൈക്കോലിന് ഇപ്പുറം ഒരടിയെങ്കിലും നീ വയ്ക്കുകയാണെങ്കിൽ ഭസ്മമായി തീരും. ആരെയും പേടിയില്ലാത്ത രാവണൻ ഈ വെല്ലുവിളിയെ ഭയക്കുന്നുണ്ട്. സീതാദേവിയുടെ സുരക്ഷയ്ക്ക് ആ വൈക്കോലിൽ 14 വർഷത്തെ ബ്രഹ്മചര്യത്തിന്റെ ശക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതും രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. വർത്തമാന ലോകത്തിലും സുരക്ഷയുടെ കവചങ്ങൾ ആവശ്യമുണ്ട്. ഇന്നത്തെ കാലത്തും ധാരാളം രാവണന്മാരും ഉണ്ട്. പലരെയും തന്റെ മാനസിക വൈകല്യങ്ങൾക്ക് ഇരയാക്കാൻ ശ്രമിക്കുകയും അവർ ചെയ്യും. അത്തരം സമയങ്ങളിൽ പവിത്രതയുടെ ശക്തി സുരക്ഷാ കവചമായി മനുഷ്യർക്ക് പ്രവർത്തിക്കും. മഹാഭാരത യുദ്ധത്തിനു കാരണം ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമായിരുന്നു. കൗരവരുടെ സർവനാശത്തിന് അത് ഇടയാക്കി. വർത്തമാനകാലത്തിലും ഇതുപോലെയുള്ള പ്രവൃത്തികൾ മൂലം ലോകമാകുന്ന കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് ലോകത്തിന്റെ സർവനാശത്തിനുള്ള കാരണമായി ഭവിക്കാൻ പോകുന്നത്. വരും കാലങ്ങളിൽ നിഷേധാത്മക നിലപാടുകളും മാനസിക വൈകല്യങ്ങളുമുള്ള ധാരാളം രാക്ഷസന്മാർ അനേകം ആത്മാക്കളെ കാമവികാരം ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അത്തരം സന്ദർഭങ്ങളിൽ ആർക്കും മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്നും സർവജ്ഞനായ പരമാത്മാവ് അറിയുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇത്തരം സമയങ്ങളിൽ
നേരിട്ട് സഹായിക്കാൻ വരാത്തത് എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ പലതവണ ഉയർന്നതാണ്. ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് പരമാത്മാവ് അവതരിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഘോര അന്ധകാരം ഉള്ള കലിയുഗത്തെ സ്വർണയുഗമായ സത്യയുഗത്തിലേക്ക് പരിണാമം ചെയ്യുന്നതിനായി കലിയുഗ അവസാനത്തിൽ പരമാത്മാവ് അവതരിക്കുന്നു. ഈ സമയമാണ് സംഗമയുഗം. ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ സ്വന്തം സുരക്ഷിതത്വത്തിനായി കാമനകൾ വെടിഞ്ഞ് പവിത്രതയുടെ ശക്തി സംഭരിച്ച് യോഗിയായി മാറുക എന്ന് ഭഗവത്ഗീതയിലൂടെ മനുഷ്യരാകുന്ന അർജുനന്മാരെ പരമാത്മാവ് ഉപദേശിച്ചതാണ്. പരമാത്മാവ് പരമശുദ്ധനും സർവശക്തനുമായതുകൊണ്ട് ആ സഹായം സ്വീകരിക്കുന്നതിന് വേണ്ടി പവിത്രത എന്ന യോഗ്യത ആവശ്യമാണ്. വളരെ ശക്തിയുള്ളതാണ് സിംഹത്തിന്റെ പാൽ എന്ന് പറയാറുണ്ട്. സാധാരണമായ പാത്രത്തിൽ അത് സൂക്ഷിക്കുകയാണെങ്കിൽ പാത്രം പൊട്ടിപ്പോകും. അതിനാൽ സിംഹിണിയുടെ പാൽ സ്വർണപാത്രത്തിൽ മാത്രമേ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ സർവശക്തനായ പരമാത്മാവിന്റെ ശക്തിയും സഹായവും ലഭിക്കുന്നതിനു വേണ്ടി ആത്മാവിന്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി വളരെ ആവശ്യമാണ്. അപ്പോൾ മാത്രമേ ആത്മാക്കൾക്ക് പിതാവായ പരമാത്മാവിന്റെ സഹായം ലഭിക്കാനുള്ള അധികാരം ഉണ്ടാവുകയുള്ളൂ. ലോകത്തുള്ള എല്ലാ ആത്മാക്കളും പരമാത്മാവിന്റെ സന്താനങ്ങളായതു കാരണം പരിണാമത്തിന്റെ അന്തിമ സമയമായ കലിയുഗത്തിൽ പവിത്രത പാലിക്കേണ്ട പ്രചോദനം പരമാത്മാവ് ഗീതാജ്ഞാനത്തിലൂടെ എല്ലാ മനുഷ്യർക്കും നൽകുന്നു. എത്ര ദുഷ്കരമായ സമയമാണെങ്കിലും പവിത്രതയുടെ അധികാരമുള്ളവർക്ക് പരമാത്മാവിന്റെ സഹായം തീർച്ചയായും ലഭിക്കുന്നതാണ്. ഏതു കാലത്തെയും എല്ലാ സംഭവങ്ങളെയും ഗ്രഹിക്കാൻ കഴിവുള്ള ആ പരമമായ ശക്തി നമ്മുടെ ചരിത്രം പറഞ്ഞു തരുന്നതിനായി അവതരിച്ച് എല്ലാ മതങ്ങളും സ്വപ്നം കണ്ടിരുന്ന ഏകതയുള്ള മനുഷ്യരാശിയെ ലോകത്തിൽ പുനഃസ്ഥാപിക്കുന്നു. ഭൂമി മുഴുവൻ വീണ്ടും പൂർണ്ണമായ പ്രകൃതിയായി മാറും. പുതിയ യുഗം ആരംഭിക്കും. ആ യുഗത്തിൽ പാപമോ പാപികളോ ഉണ്ടാവുകയില്ല. എല്ലാവരും ഒരുമിച്ച് പുണ്യജീവിതം നയിക്കും. വസ്തുതകളെ സംഖ്യകളിൽ കൂടി അവതരിപ്പിക്കുകയാണെങ്കിൽ കാലചക്രത്തിന്റെ ഒരു കറക്കത്തിന് 5000 വർഷമാണുള്ളത്. 1250 കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന സമമായ കാലഘട്ടങ്ങളായി സത്യത്രേത ദ്വാപര കലിയുഗങ്ങളെ തിരിച്ചിരിക്കുന്നു. സത്യയുഗത്തിന്റെ ആദിയിൽ ജനിക്കുന്ന ഒരു ആത്മാവിന് സത്യയുഗത്തിൽ പരമാവധി 8 ജന്മവും ത്രേതായുഗത്തിൽ 12 ജന്മവും ദ്വാപരയുഗത്തിൽ 21 ജന്മവും കലിയുഗത്തിൽ 42 ജന്മവും സംഗമയുഗത്തിൽ ഒരു അലൗകിക ജന്മവും ഉണ്ടാകുന്നു. ഒരു മനുഷ്യാത്മാവിന് പരമാവധി 84 ജന്മങ്ങൾ കൽപ്പത്തിലുണ്ടാകുന്നു. ആത്മാവിന്റെ നൈസർഗികമായ പവിത്രതയും ശക്തിയും അനുസരിച്ചാണ് ജന്മങ്ങളുടെ എണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. സത്യയുഗത്തിന്റെ തുടക്കത്തിലുണ്ടാകുന്ന 9 ലക്ഷം ജനസംഖ്യ കലിയുഗ അവസാനത്തിൽ കോടാനുകോടിയായി മാറുന്നു. ആത്മീയമായി പുനർജനിക്കുന്ന മനുഷ്യരാശിയുടെ ആ ദർശനം കാലചക്രത്തിന്റെ വർത്തമാന സമയത്ത് ഈശ്വരൻ നൽകുന്ന ജ്ഞാനം, യോഗം എന്നിവയിലൂടെ യാഥാർത്ഥ്യമാവുകയാണ്. ഓം ശാന്തി.